ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വാഷിംഗ് മെഷീനിൽ നമ്മൾ തുണിയൊക്കെ നനക്കുന്ന സമയത്ത് നമുക്ക് തുണിയിൽ പ്രത്യേകിച്ച് കംഫർട്ടൊക്കെ വയ്ക്കാൻ പറ്റാത്ത പ്രത്യേകിച്ച് ടോപ്പ് ലോഡുകാർക്കാണ് ഇത് കൂടുതൽ ഫലവത്താവുക. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ളൊരു ടിപ്പാണ്. കംഫർട്ടൊക്കെ വയ്ക്കാൻ ചിലപ്പോൾ നമ്മൾ വിട്ടു പോകുന്ന സമയത്ത് നമ്മൾ തുണിയൊക്കെ ഇടുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പെന്ന് പറയുന്നത്, നമുക്ക് വൈപ്സ്, പ്രത്യേകിച്ച് കുട്ടികളെ വൈപ്സ് ഒക്കെ ഉണ്ടാവില്ല, കുട്ടികളുടെ മേല് തുടച്ചു കൊടുക്കുന്ന വൈപ്സ് നല്ല നല്ല ഡ്രൈ, അത് കൂടുതൽ വെറ്റായിട്ടായിരിക്കും ഇരിക്കുക. അപ്പോൾ ആ ഒരു വൈപ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. വൈപ്സിന് നല്ലൊരു സ്മെല്ലാണ് ഉണ്ടാവുക. പ്രത്യേകിച്ച് ബേബി വൈപ്സിനൊക്കെ നല്ലൊരു സ്മെല്ലാണ് ഉണ്ടാവുക. അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു നനവിൽ തന്നെ നമുക്ക് ഒരു മൂന്നോ എണ്ണോ ഇതിലിട്ട് കൊടുക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ആ ഒരു ഉണങ്ങുന്ന അലക്കുന്ന സമയത്ത് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം നമുക്കത് ഒഴിവാക്കി എടുക്കാം. തുണിയിൽ നിന്നുണ്ടാകുന്ന ഒരുതരം നൂലൊക്കെ ഉണ്ടാവും. ആ നൂലൊക്കെ നമുക്ക് ആ നൂലൊക്കെ ശരിക്കും ഈ ഒരു വൈപ്സിൽ പറ്റി പിടിച്ചോളും. മാത്രമല്ല ഒരു കംഫർട്ടിനെ പോലെ തന്നെ നല്ലൊരു സുഗന്ധവും നമ്മുടെ വസ്ത്രത്തിനൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ അല്ലാത്ത സമയത്ത് നമ്മൾ ഈ മെഷീൻ യൂസ് ചെയ്യാത്ത സമയത്ത് നമുക്ക് ഇതുപോലെ ഒരു വൈപ്സ്, പ്രത്യേകിച്ച് ബേബി വൈപ്സ് ഏതെങ്കിലും ഒരു വൈപ്സെങ്കിലും ഇട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ വാഷിംഗ് മെഷീൻ ക്ലോസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ പോകുന്ന സമയത്താണ് നിങ്ങളിങ്ങനെ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും പിന്നീട് നിങ്ങൾ ഈ ഒരു മെഷീൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലായിരിക്കും ഉണ്ടാവട്ടോ. അതുപോലെ തന്നെ സോപ്പിൻ്റെ കവറ്, അതൊക്കെ നിങ്ങൾക്ക് അതുപോലെ ചെയ്തെടുക്കാം. അടുത്ത ടിപ്പ് പറയുന്നത്, നമ്മൾ സാധാരണ ഫോണൊക്കെ ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് എവിടെയെങ്കിലും ബെഡൊന്നും ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ ചാർജ് ഇട്ട് വെക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ ചിലർ ചെയ്യുന്ന ഒരു മണ്ടത്തിലാണ് ഇതിൻ്റെ മുകളിലൊക്കെ വെച്ച് കൊടുക്കൽ. പ്രത്യേകിച്ച് ആരെങ്കിലും കയ്യോ എന്തെങ്കിലും തട്ടുകയാണെ തീർച്ചയായും നമ്മുടെ ഫോൺ നിലത്ത് വീണ് പൊട്ടാൻ സാധ്യതയുണ്ട്, ഡിസ്പ്ലേ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് ഞാൻ ഷെയർ ചെയ്തുതരാം. ഇതിനായാണ് ഒരു മാസ്ക് കേട്ടോ. അപ്പോൾ ഇതുപോലെ തുണിയുടെ മാസ്ക് വേണമെന്നില്ല, നമ്മുടെ ഡിസ്പോസിബിൾ മാസ്ക്, ഏത് മാസ്ക് ആയാലും നമുക്ക് കുഴപ്പമില്ല കേട്ടോ. ഇത് നമുക്ക് നമ്മുടെ ഈ ഒരു ചാർജറിൽ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അതായത് ഒരു ഏല് നമുക്ക് ഇതുപോലെ ഒന്ന് കുറച്ച് കയറ്റിയിട്ടും ഒന്ന് ഇതുപോലെ ഈ ഒരു ലെവലിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ചാർജർ ടൈറ്റ് ചെയ്യാം. ഇത് കണ്ടോ, ഇത് നല്ലൊരു പോക്കറ്റ് പോലെ നമുക്ക് യൂസ് ചെയ്യാം. കണ്ടോ, ഇത് എത്ര വലിഞ്ഞാലും പൊട്ടുകയില്ല. അപ്പോൾ നമുക്ക് ഫോണൊക്കെ ചാർജിലിടാൻ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഇത് കണ്ടോ, ഫോൺ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്നൊന്നും പൊട്ടുകയില്ല. അത് മലർന്നിട്ട് വേണമെങ്കിൽ അങ്ങനെയും വെച്ച് കൊടുക്കാം, ഇങ്ങനെയും വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചാർജ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഫോണ് നിലത്ത് വീണ് പൊട്ടത്തില്ല. അപ്പോൾ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള ടിപ്പുകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.